എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 16-ാമത്തെ സർഗത്തിൽ 17 മുതൽ 22 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ ചൊല്ലാൻ പോണത്. കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് ദിവ്യപുരുഷൻ വന്ന് പായസവുമായിട്ട് ദശരഥൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് താൻ ബ്രഹ്മാവ് പറഞ്ഞയച്ച ആളാണ് എന്ന് അറിയിച്ചു എന്നാണ്. ഇനി എന്താ പറയണതെന്ന് നോക്കാം. 17-ാമത്തെ ശ്ലോകം നോക്കാം. തതഃ പരം തദാ രാജാ പ്രത്യുവാച കൃതാഞ്ജലി ഭഗവാൻ സ്വാഗതം തേസ്തു കിമഹം കരവാണിതേ. ആ ദിവ്യപുരുഷൻ അഗ്നിയിൽ നിന്ന് ഉയർന്നു വന്ന് ദശരഥൻ്റെ മുമ്പിൽ നിന്നപ്പോൾ രാജാവ് എന്താ പറഞ്ഞത്? തതഃ പരം തദാ രാജ. അതിനുശേഷം ഈ പുരുഷനെ കണ്ടപ്പോൾ രാജാവ് പ്രത്യുവാച കൃതാഞ്ജലി പ്രത്യുവാച, കൈകൾ കൂപ്പി നിന്നുകൊണ്ട് ഇപ്രകാരം മറുവചനം പറഞ്ഞു. അതായത് അങ്ങട് ചോദിച്ചു. ഇങ്ങട് ഞാൻ ബ്രഹ്മാവ് പറഞ്ഞയച്ച ആളാണെന്ന് മനസ്സിലാക്കൂ എന്ന് പറഞ്ഞപ്പോൾ തിരിച്ച് അങ്ങട് ചോദിക്കുകയാണ്. ഭഗവാൻ സ്വാഗതം, അല്ലയോ മഹാപുരുഷ, അങ്ങയ്ക്ക് ഇവിടേക്ക് സ്വാഗതം. സ്വാഗതം തേ അസ്തു, അങ്ങയ്ക്ക് സ്വാഗതം ഞാനിതാ ഓതുന്നു. ഇവിടേക്ക് സുസ്വാഗതം. മാത്രമല്ല കിമഹം തേ കരവാണി, അങ്ങയ്ക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? അപ്പോൾ പായസമൊക്കെ കൊണ്ടുവന്നിരിക്കുകയാണെന്നും അത് പത്നിമാർക്ക് കൊടുക്കേണ്ടതാണെന്നുള്ള ബോധ്യമൊന്നും ദശരഥനില്ല. അതുകൊണ്ടാണ് ദശരഥൻ ചോദിച്ചത്, അങ്ങ് ബ്രഹ്മാവ് പറഞ്ഞയച്ച് വന്ന ആളാണെങ്കിൽ ഞാൻ എന്തൊരു കാര്യമാണ് അങ്ങയ്ക്ക് ചെയ്തു തരേണ്ടത് എന്ന് അങ്ങോട്ട് ചോദിക്കുകയാണ് ചെയ്തത്. അപ്പോൾ തിരിച്ച് അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് നോക്കാം. 18-ാമത്തെ ശ്ലോകം നോക്കൂ. അഥോ പുനരിതം വാക്യം പ്രാജാപത്യോ നരോബ്രവീത് രാജന്നർച്ചയതാ ദേവാനദ്യ പ്രാപ്തമിദം ത്വയാ ഇദം തു നൃപശാർദൂല പായസം ദേവനിർമ്മിതം പ്രജാകരം ഗൃഹാണത്വം ധന്യമാരോഗ്യവർദ്ധനം. 19-ാമത്തെ ശ്ലോകം കൂടി കൂട്ടിച്ചേർത്ത് ചൊല്ലിയാൽ അർത്ഥം കുറച്ചുകൂടി പൂർണ്ണമാക്കാൻ പറ്റും. അങ്ങനെ ദശരഥൻ്റെ വാക്കുകൾ കേട്ടിട്ട് ഈ പ്രാജാപത്യ പുമാൻ, പ്രജാപതിയുടെ ഇച്ഛയ്ക്കനുസരിച്ച് ദശരഥൻ്റെ സമീപത്ത് വന്നിരിക്കുന്നവനായിട്ടുള്ള ആ പുരുഷൻ എന്തു പറഞ്ഞു? അഥോ പുനരിതം വാക്യം പ്രാജാപത്യോ നരോബ്രവീത്. അഥ അനന്തരം പ്രാജാപത്യ നരഹ, ഒരു പുരുഷനാണ്, പ്രജാപതി പറഞ്ഞയച്ച ആ പുരുഷൻ ഇതം വാക്യം അബ്രവീത്, ഈ വാക്യങ്ങൾ ദശരഥനോടായിട്ട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? രാജൻ അർച്ചയതാ ദേവാൻ അദ്യപ്രാപ്തമിദം ത്വയാ. മഹാരാജാവേ, രാജൻ അർച്ചയതാ ത്വയാ അർച്ചയത, അങ്ങയാൽ പൂജിക്കപ്പെട്ടതുകൊണ്ട്, അങ്ങ് പൂജിച്ചുല്ലോ. ആരെയാണ് പൂജിച്ചത്? ദേവന്മാരെയൊക്കെ പൂജിച്ച് എല്ലാവരെയും സന്തുഷ്ടരാക്കിയല്ലോ. അങ്ങനെ അവരുടെയൊക്കെ തൃപ്തിക്ക് അനുസരിച്ച് വന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വരേണ്ടതായിട്ട് വന്നത്. അങ്ങനെയാണ് എനിക്ക് ഇവിടെ വരാൻ പറ്റിയതെന്നർത്ഥം. അർച്ചയതാ ത്വയാ ദേവാൻ അർച്ചയതാ ത്വയാ അദ്യ ഇദം പ്രാപ്തം. ദേവന്മാരെയൊക്കെ പൂജിച്ചിട്ട് അങ്ങ് വളരെ വിസ്തരിച്ചൊരു യാഗം നടത്തിയല്ലോ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിപ്പോൾ അങ്ങയെ കാണാനായിട്ട് ഇവിടേക്ക് വന്നിരിക്കുന്നത് എന്നർത്ഥം. എന്നിട്ട് പറയാണ്, ഹേ നൃപശാർദൂല, അല്ലയോ മഹാരാജാവേ ദശരഥ, അങ്ങ് ഇപ്പോൾ ഞാൻ അങ്ങേക്ക് തരണ പായസം ഉണ്ടല്ലോ, അതെന്താണ്? ദേവനിർമ്മിതം ഇദം പായസം. ഈ ഒരു പായസം എന്ന് പറയണത് മനുഷ്യരുണ്ടാക്കിയതൊന്നുമല്ല, ദേവന്മാരെ നിർമ്മിച്ചെടുത്തതായിട്ടുള്ള പായസമാണ്. വളരെ ദിവ്യമായിട്ടുള്ളൊരു പായസമാണ്. ദിവ്യനായിട്ടുള്ളൊരു പുരുഷനാണല്ലോ വന്നിരിക്കുന്നത്. അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്ന ദിവ്യമായിട്ടുള്ള പായസം ദേവന്മാരുണ്ടാക്കിയതാണ്. അത് അങ്ങ് എന്ത് ചെയ്യണം? ഗൃഹാണ, അങ്ങ് ഇത് സ്വീകരിക്കണം. അതിൻ്റെ ഒരു പ്രത്യേകത പറയാണ്, ധന്യമാണ്, ആരോഗ്യവർദ്ധനവുമാണ്, പ്രജാകരവുമാണ്. അതുകൊണ്ട് ത്വം ഇദം ഗൃഹാണ. ഈ പായസത്തിന് 3 ഗുണങ്ങളാണുള്ളത്. ഒന്നാമത്തെ ഗുണമായിട്ട് പറയുന്നത് പ്രജാകരം. പുത്രന്മാരുണ്ടാവണമെന്ന് വിചാരിച്ചിട്ടാണല്ലോ അങ്ങ് ഈ വിസ്തരിച്ചുള്ള യാഗങ്ങളൊക്കെ ചെയ്യണത്. അതുകൊണ്ട് ഈ പായസം ഭുജിച്ചാൽ അങ്ങയ്ക്ക് പുത്രന്മാരുണ്ടാകും. അതുകൊണ്ട് ഈ പായസം പ്രജാകരമാണ്. മറ്റൊന്ന് ധന്യമാണ്, അതായത് വളരെ മംഗളകരമായിട്ടുള്ള ഒരു പായസമാണ്. അതുപോലെ തന്നെ ആരോഗ്യവർദ്ധനവുമാണ്.
അതുകൊണ്ട് ഇതൊരു ഔഷധമാണ്, ആരോഗ്യത്തെ വർദ്ധിപ്പിക്കുന്നതാണ്, ധന്യമാണ്, മാത്രവുമല്ല പ്രജാകരവുമാണ്. മക്കളുണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അങ്ങക്ക് കിട്ടിയതാണ്. അതുകൊണ്ട് ഈ 3 ഗുണഗണങ്ങളും തികഞ്ഞതായിട്ടുള്ള ഈ പായസം അങ്ങ് സ്വീകരിച്ചാലും ഗൃഹാണ. സ്വീകരിച്ചിട്ട് എന്താ ചെയ്യേണ്ടത്? അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയണത്. 20ാമത്തെ ശ്ലോകം നോക്കാം. ഭാര്യാണാമനുരൂപാണാമശ്നീതേതി പ്രയച്ഛ വൈ താസുത്വം പ്രാപ്സ്യസേ പുത്രാൻ യദർത്ഥം യജസേ നൃപ. അല്ലയോ മഹാരാജാവേ നൃപ, അങ്ങയ്ക്ക് പുത്രന്മാർ തീർച്ചയായിട്ടും ഉണ്ടാവും. എന്തു ചെയ്യണം? ഈ പായസം കൊണ്ടുപോയിട്ട് ഭാര്യാണാം അനുരൂപാണാം അശ്നീത പ്രയച്ഛ വൈ, അതായത് അങ്ങയ്ക്ക് അനുരൂപകളായിട്ട് അങ്ങയുടെ ഗുണഗണങ്ങൾക്ക് ചേർന്ന 3 പത്നിമാരവിടെ ഉണ്ടല്ലോ. ഹ്രീ, ശ്രീ, കീർത്തി, അങ്ങനെ 3 പത്നിമാരെ, 3 ഗുണഗണങ്ങളുള്ളവരായിട്ടുള്ള 3 പത്നിമാരുണ്ടല്ലോ അങ്ങയ്ക്ക് ചേർന്നവരായിട്ടുള്ളവർ. അവർക്ക് 3 പേർക്കുമായിട്ട് ഇത് കൊടുക്കണം. അത് കൊടുത്തിട്ട് അശ്നീത, ഇതെല്ലാവരും കൂടി കഴിക്കുകയും വേണം. അതായത് പത്നിമാരെല്ലാവരും കഴിക്കണമെന്നർത്ഥം. അവർക്ക് കൊടുത്തിട്ട്, അതാണ് പ്രയച്ഛ, കൊടുത്തിട്ട് അശ്നീത ഇതി, ഇതെല്ലാവരും കൂടിയിരുന്ന് കഴിക്കൂ എന്നവരോട് നിർദ്ദേശിക്കുകയും വേണം. പ്രത്യേകിച്ച് ഇത് പ്രജാകരമാണ്, ധന്യമാണ്, മംഗളരൂപമായിട്ടുള്ളതാണ്, മംഗള ഫലങ്ങൾ നൽകുന്നതാണ്, പുത്രന്മാരെ ഉണ്ടാക്കുന്നതാണ്, ഒപ്പം തന്നെ ആരോഗ്യത്തെ ഉണ്ടാക്കുന്നതാണ്. അതുകൂടി നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി തികഞ്ഞതായിട്ടുള്ളൊരു ദിവ്യമായിട്ടുള്ള പായസം, ഔഷധം പത്നിമാർക്ക് കൊടുത്തിട്ട് എല്ലാവരോടും കൂടി ചേർന്നിരുന്ന് കഴിക്കാൻ പറയണം. അങ്ങനെ കഴിച്ചാൽ എന്തുണ്ടാവും? താസുത്വം പ്രാപ്സ്യസേ പുത്രാൻ യദർത്ഥം യജസേ നൃപ. യദർത്ഥം ത്വം യജസേ, ഏതൊരു കാര്യം നേടാൻ വേണ്ടിയിട്ടാണോ അങ്ങ് ഇപ്പോൾ യാഗം ചെയ്യുന്നത്, ആ പ്രയോജനം, അതായത് പുത്രന്മാരുണ്ടാവുക എന്നുള്ളത് അവിടെ സംഭവിക്കുക തന്നെ ചെയ്യും. താസു, ആ 3 ഭാര്യമാരിലും, ത്വം പുത്രാൻ പ്രാപ്സ്യസേ, അങ്ങയ്ക്ക് പുത്രന്മാർ ജനിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ പായസം ഇപ്പോൾ തന്നെ സ്വീകരിച്ചിട്ട് ഭാര്യമാർക്ക് കൊണ്ടുകൊടുക്കുകയും അവരെ കഴിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുക എന്നാണ് ഈ ദിവ്യപുരുഷൻ ദശരഥനോട് ആവശ്യപ്പെട്ടത്. അത് കേട്ടപ്പോൾ രാജാവ് എന്താ പറയണത്? തഥേതി നൃപതിഃ പ്രീതഃ ശിരസാ പ്രതിഗൃഹ്യതാം പാത്രീം ദേവാന്ന സമ്പൂർണാം ദേവദത്താം ഹിരൺമയീം. തഥാ ഇതി, അങ്ങനെ ആവട്ടെ, അപ്രകാരമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നൃപതി, ആ മഹാരാജാവായിട്ടുള്ള ദശരഥൻ, പ്രീത, വളരെ സന്തുഷ്ടനായി. അതായത് ഈ യാഗം ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ ആവും ഒരു പരിണതി, യാഗത്തിൻ്റെ അവസാനം ഇങ്ങനെയൊക്കെ ആവും എന്നൊരിക്കലും ദശരഥൻ വിചാരിച്ചില്ല. യാഗമൊക്കെ ചെയ്യേണ്ടതായിട്ട് ചെയ്യുക, അതിനുശേഷം പുത്രന്മാരുണ്ടാവുമായിരിക്കും എന്നൊക്കെ ഒരു പ്രതീക്ഷ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ പ്രത്യക്ഷമായിട്ട് അവിടെ ഒരാൾ വന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു പായസപാത്രം ഉണ്ടായിരുന്നു. ആ പാത്രം കൊടുത്തിട്ട് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും കൊടുത്തു. അതുകൊണ്ടാണ് രാജാവിന് വളരെയധികം സന്തോഷമായത്. പ്രീത ശിരസാ പ്രതിഗൃഹ്യ, ശിരസാ പ്രതിഗൃഹ്യതാം എന്ന് പറഞ്ഞതുകൊണ്ട് ആ പാത്രത്തെ ശിരസ്സു കൊനിച്ചുകൊണ്ട് നമ്രഭാവത്തോടു കൂടിയിട്ട്, ഭക്തിഭാവത്തോടു കൂടിയിട്ട് ആ പായസപാത്രം സ്വീകരിച്ചിട്ട് പാത്രീം താം പാത്രീം പ്രതിഗൃഹ്യ, ആ പാത്രത്തിൻ്റെ വിശേഷണങ്ങളാണ് ദേവാന്ന സമ്പൂർണാം ദേവദത്താം ഹിരൺമയീം പാത്രീം പ്രതിഗൃഹ്യ. ദേവ അന്നം, അതായത് ദേവന്മാരുണ്ടാക്കിയതായ പായസമാണല്ലോ, അതാണ് ദേവ അന്ന സമ്പൂർണാം എന്ന് പറഞ്ഞത്. മാത്രമല്ല ദേവദത്താം, അത് ദേവന്മാർ കൊടുത്തയച്ചതുമാണ്. പ്രാജാപത്യ പുരുഷ എന്ന് പറഞ്ഞുല്ലോ, പ്രജാപതിയാൽ പറഞ്ഞയക്കപ്പെട്ടവനായ പുരുഷനാണ്. അപ്പോൾ ബ്രഹ്മാദി ദേവന്മാരാൽ പറഞ്ഞയക്കപ്പെട്ടതാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളതായിട്ടുള്ള പാത്രവും അവർ കൊടുത്തയച്ചതാണ്. അതാണ് ദേവദത്താം. മാത്രമല്ല ഹിരൺമയീം, സ്വർണം കൊണ്ട് നിർമ്മിച്ചതായിട്ടുള്ള ആ പായസപാത്രത്തെ ശിരസാ പ്രതിഗൃഹ്യ. ആ വാക്ക് സംസ്കൃതത്തിൽ അങ്ങനെ പറയണമെന്നേ ഉള്ളൂ. ശിരസ് കൊണ്ട് സ്വീകരിച്ചിട്ട് എന്ന് പറയുമ്പോൾ അവിടെ വളരെ ശിരസ്സു കുനിച്ചുകൊണ്ട് കയ്യേറ്റു വാങ്ങിച്ചു എന്നാണ്. ആ ഒരു പാത്രം സ്വീകരിച്ചു എന്നർത്ഥം. എന്നിട്ട് എന്താണ് പിന്നെ ചെയ്തതെന്ന് പറയാണ് 22ാമത്തെ ശ്ലോകത്തിൽ. അഭിവാദ്യ ച തദ്ഭൂതം അദ്ഭുതം പ്രിയദർശനം മുദാ പരമയാ യുക്തശ്ചകാരാഭിപ്രദക്ഷിണം. അങ്ങനെ പായസം വാങ്ങിയിട്ട് ആ പാത്രം സ്വീകരിച്ചിട്ട് അഭിവാദ്യ ച തദ്ഭൂതം,
അദ്ഭുതം പ്രിയദർശനം. അദ്ഭുതം പ്രിയദർശനം തദ്ഭൂതം അഭിവാദ്യ. ആ ഒരു പുരുഷനെ, ആ ഒരു സത്വത്തെ, ഭൂതം എന്ന് പറയുന്നത് കൊണ്ട് അവിടെ ഉണ്ടായി വന്നവനായ ആ അദ്ഭുതവും പ്രിയദർശനനുമായ, കാണാൻ വളരെ സുന്ദരൻ അല്ലെങ്കിൽ നോക്കി നിൽക്കാനുണ്ട് അങ്ങനെയുള്ള അല്ലെങ്കിൽ കരുണാകടാക്ഷങ്ങൾ പൊഴിക്കുന്നവനായിട്ടുള്ള ആ പുരുഷനെ, അദ്ഭുതകരമായ രീതിയിൽ പ്രത്യക്ഷപ്പെട്ട അനുഗ്രഹങ്ങൾ കൊടുത്ത ആ പുരുഷനെ അഭിവാദ്യം ചെയ്തിട്ട് നമസ്കരിച്ചിട്ട് മുദാ പരമയാ യുക്തശ്ചകാര അഭിപ്രദക്ഷിണം. മാത്രമല്ല ആ പായസം സ്വീകരിക്കുകയും അദ്ദേഹത്തെ പ്രദക്ഷിണം വച്ച് നമസ്കരിക്കുകയും ചെയ്തു. പരമാനന്ദത്തോടു കൂടിയിട്ട് അഭിവാദനം ചെയ്ത് നമസ്കരിച്ചു. ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊരു പ്രയോജനം, അതായത് തങ്ങൾ ഉദ്ദേശിക്കുന്നതായ അവിടെ കൂടിയിരിക്കുന്ന മഹാരാജാവും ഋഷിമാരും ഋത്വിക്കുകളും എല്ലാവരും ഇങ്ങനെയൊരു ഭാഗം, ഇങ്ങനെയൊരു പരിണാമം ഉണ്ടാവുമെന്ന് കരുതിയില്ല. അതിൻ്റെ സന്തോഷത്തോടു കൂടിയിട്ട് പായസം സ്വീകരിച്ച് ആ പുരുഷനെ പ്രദക്ഷിണം വെച്ച് നമസ്കരിക്കുകയും ചെയ്തു എന്നർത്ഥം. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. തതഃ പരം തദാ രാജാ പ്രത്യുവാച കൃതാഞ്ജലി ഭഗവാൻ സ്വാഗതം തേസ്തു കിമഹം കരവാണി തേ. അധോ പുനരിദം വാക്യം പ്രാജാപത്യോ നരോ ബ്രവീത് രാജന്നർച്ചയതാ ദേവാനദ്യ പ്രാപ്തമിദം ത്വയാ. ഇദം തു നൃപശാർദൂല പായസം ദേവനിർമ്മിതം പ്രജാകരം ഗൃഹാണത്വം ധന്യമാരോഗ്യവർദ്ധനം ഭാര്യാണാമനുരൂപാണാമശ്നീതേതി പ്രയച്ഛ വൈ താസു ത്വം പ്രാപ്സ്യസേ പുത്രാൻ യദർത്ഥം യജസേ നൃപ. തഥേതി നൃപതിഃ പ്രീതഃ ശിരസാ പ്രതിഗൃഹ്യതാം പാത്രീം ദേവാന്നസമ്പൂർണാം ദേവദത്താം ഹിരൺമയീം അഭിവാദ്യ ച തദ്ഭൂതമദ്ഭുതം പ്രിയദർശനം മുദാ പരമയാ യുക്തശ്ചകാരാഭിപ്രദക്ഷിണം. അതാണ് അഭിപ്രദക്ഷിണം ചകാര. പ്രദക്ഷിണം വച്ചു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അർത്ഥം മനസ്സിലായി. ഒന്നും കൂടി എടുത്തു പറയാണ്, ചുറ്റും പ്രദക്ഷിണം വച്ചു. പ്രദക്ഷിണം ചകാര. അങ്ങനെ തൊഴുതു നമസ്കരിച്ച് ആ പ്രജാപത്യ പുരുഷൻ അവിടെ നിന്ന് അന്തർധാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ടാവണം. ബാക്കി കഥകൾ അടുത്ത ദിവസം നോക്കാം. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.